+2 റിസൾട്ട് വന്നു. ഇനി വിദ്യാർത്ഥികൾ മൊത്തത്തിൽ രക്ഷിതാക്കളും ഒന്നിച്ച് അന്വേഷിച്ച് അലയുന്നൊരു കാര്യമാണ്, എന്താണ് ഇനി അടുത്തത്, ഏതിന് പോകും. ഈ കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരുപാട് കോഴ്സുകളുണ്ട്. എണ്ണം പറഞ്ഞു തീർക്കാൻ പറ്റില്ല. ഇന്ത്യയിൽ മാത്രം ഏതാണ്ട് 29,000-ത്തിലധികം കോഴ്സുകളുണ്ട്. എൻജിനീയറിംഗ് മാത്രം 120 കോഴ്സുകൾക്ക് മേലെ, ബിടെക് മാത്രം. ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും മെക്കാനിക്കലും അതുപോലെ തന്നെ സിവിലും കെമിക്കലും കമ്പ്യൂട്ടർ സയൻസും ഒക്കെ ഈ 120 കോഴ്സുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒരുപാട് മേഖലകളിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുന്നതുമായ കോഴ്സുകളായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ പൊതുവേ ഞാൻ കുട്ടികളോട് ബിടെക് ആഗ്രഹിക്കുന്ന ആളുകളോട് ഈ 6 കോഴ്സുകളെ ഫോക്കസ് ചെയ്യാൻ പറയും. അതേസമയം വളരെ സ്പെസിഫിക് ആയ മറൈൻ എഞ്ചിനീയറിംഗ്, നേവൽ ആർക്കിടെക്ചർ, സേഫ്റ്റി ഒക്കെ പോലുള്ള പ്രോഗ്രാമുകളുണ്ട്. അത് 100% പ്ലേസ്മെൻറ്റ് കിട്ടുമെന്ന് ഉറപ്പുള്ള സ്ഥാപനങ്ങളിൽ മാത്രം പോയി പഠിക്കുക. അല്ലെങ്കിൽ എന്താ പറ്റാന്ന് പറഞ്ഞാൽ ആ കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നിലേക്കും മാറാനും കഴിയില്ല, സ്വിച്ച് ചെയ്യാനും കഴിയില്ല, അതിൽ ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെടുകയും ചെയ്യും. ബിടെക്കുകളുടെ കാര്യത്തിൽ അതാണെങ്കിൽ മെഡിക്കൽ ഫീൽഡിലേക്ക് വരുമ്പോൾ ക്ലിനിക്കൽ പ്രാക്ടീസ് കോഴ്സുകൾ മാത്രം MBBSും BDSും അതുപോലെ തന്നെ ഹോമിയോയും യുനാനിയും സിദ്ധയും ആയുർവേദവും നമുക്ക് കാണാം. വളരെ പ്രസക്തമെന്ന് തോന്നുന്ന ഹയർ ഓപ്ഷൻസിന് സാധ്യതകളുള്ളത്, ദെൻ ഇനി അങ്ങോട്ട് സാച്ചുറേറ്റഡ് അല്ല എന്ന് ബോധ്യപ്പെടുന്നതുമായ ക്ലിനിക്കൽ പ്രാക്ടീസ് കോഴ്സുകൾ മാത്രം ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതേ സമയത്ത് വളരെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കോഴ്സ് ചൂസ് ചെയ്യാം. ദെൻ ബയോളജിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇഷ്ടംപോലെ കോഴ്സുകൾ നമുക്ക് കാണാൻ പറ്റും, പ്രത്യേകിച്ച് പാരാമെഡിക്കൽ ഫീൽഡിൽ. ഈ പാരാമെഡിക്കൽ ഫീൽഡിൽ നഴ്സിങ്ങും ഫാർമസിയും MLTയും ഞാൻ പൊതുവേ സജസ്റ്റ് ചെയ്യുന്നത് അതിന് ജോബ് കിട്ടും എന്ന് മാത്രമല്ല ഹയർ സ്റ്റഡീസിലേക്കും എത്തിപ്പെടാൻ പറ്റുന്ന ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്. രസകരമായ മേഖലകളിലേക്ക് ഈ MLT കഴിഞ്ഞിട്ട് ഇമ്മ്യൂണോളജിയും വൈറോളജിയും പാരസൈറ്റോളജിയും പോലെ, ഫാർമസി കഴിഞ്ഞിട്ട് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് പോലെ, നഴ്സിംഗ് കഴിഞ്ഞ് ജെനറ്റിക്സ് പോലെ ഇങ്ങനെ ഓപ്ഷനുകളിലേക്ക് നമുക്ക് പോവാം. ദെൻ അതേ സമയത്ത് കാർഡിയാക് വാസ്കുലർ ടെക്നോളജി, ദെൻ ഡയാലിസിസ് ടെക്നോളജി, റെസിപ്പിറേറ്ററി ടെക്നോളജി, ദെൻ അതുപോലെ തന്നെ ക്ലിനിക്കൽ പെർഫ്യൂഷൻ, ബ്ലഡ് ബാങ്കിങ്, ഓപ്റ്റോമെട്രി, ദെൻ എമർജൻസി കെയർ ടെക്നോളജി, അനസ്തഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, ഇങ്ങനെ പാരാമെഡിക്കൽ ഫീൽഡിൽ എണ്ണം പറഞ്ഞ് ഒരുപാട് കോഴ്സുകളുണ്ട്. അവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നേരത്തെ ഡെവലപ്പിംഗ് കരിയർ ഫാർമസിയും MLTയും നഴ്സിംഗ് പറഞ്ഞതുപോലെ അതുപോലെ മറ്റൊരു വിഭാഗമാണ് നോൺ ഡെവലപ്പിംഗ് കരിയേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി, റേഡിയോ തെറാപ്പി ടെക്നോളജി, അതും അല്ലെങ്കിൽ കാർഡിയാക് വാസ്കുലർ, ദെൻ എമർജൻസി കെയർ, റെസിപ്പിറേറ്ററി, അനസ്തേഷ്യ, ഇത്തരം കോഴ്സുകൾ, ഡയാലിസിസ് ഒക്കെ പോലുള്ള കോഴ്സുകളുടെ പ്രത്യേകം അത് നോൺ ഡെവലപ്പിംഗ് ആണ്. ജോലി കിട്ടും, പക്ഷേ ഹയർ സ്റ്റഡീസ് ഉണ്ടാവില്ല. അതേസമയത്ത് ഒപ്റ്റോമെട്രി, ദെൻ ബ്ലഡ് ബാങ്കിങ്, അതുപോലെ തന്നെ പെർഫ്യൂഷൻ ടെക്നോളജി പോലുള്ളത് ഒരു സാച്ചുറേറ്റഡ് ആയ ഒരു മേഖലയായിട്ട് പൊതുവെ പരിഗണിക്കപ്പെടുന്നതാണ്. ശ്രദ്ധിച്ച് വേണം കോഴ്സുകൾ ചൂസ് ചെയ്യാൻ. ഈ ക്ലിനിക്കൽ റീഹാബിലിറ്റേഷൻ കരിയേഴ്സ്, നോൺ ക്ലിനിക്കൽ എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. ദെൻ പ്രാക്ടീസ് കോഴ്സുകളാണ് ഫിസിയോതെറാപ്പി, സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി, ഒക്യുപ്പേഷണൽ തെറാപ്പി പോലുള്ള കോഴ്സുകൾ. പാരാമെഡിക്കൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് മേഖലകൾ കാണാം. അലൈഡ് സയൻസ് ഉണ്ട്, നമ്മൾ നീറ്റ് എഴുതിയിട്ട് അതിൻ്റെ റാങ്കിൻ്റെ ആനുകൂല്യത്തിലും പിൻബലത്തിലും കിട്ടുന്ന അഗ്രികൾച്ചർ, ഫിഷറീസ്, വെറ്റിനറി, ഫോറസ്ട്രി പോലുള്ള കോഴ്സുകൾ. ഈ കോഴ്സുകളും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് താല്പര്യത്തിനനുസരിച്ച് ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എടുക്കാം. ഹ്യൂമാനിറ്റീസിലേക്ക് വരുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഹ്യൂമാനിറ്റീസിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ഇക്കണോമിക്സ്, സൈക്കോളജി, സോഷ്യോളജി വളരെ പ്രധാനപ്പെട്ട കരിയർ ഓപ്ഷൻസിലേക്ക് എത്താൻ പറ്റുന്ന മേഖലകളായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ദെൻ പൊളിറ്റിക്കൽ സയൻസിൽ നിന്ന് ഇൻ്റർനാഷണൽ റിലേഷൻ, ഫാർ ഈസ്റ്റേൺ, നിയർ ഈസ്റ്റേൺ, മിഡിൽ ഈസ്റ്റേൺ, ഡിപ്ലോമാറ്റിക് സ്റ്റഡീസ്, സ്ട്രാറ്റജിക് പ്ലാനിംഗ് പോലുള്ള ഏരിയകളിലേക്ക് നമുക്ക് മാറാം. സൈക്കോളജിയിൽ നിന്ന് ഓർഗനൈസേഷൻ സൈക്കോളജി, ബിഹേവിയറൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകൾ, കോഗ്നിറ്റീവ് സയൻസുമായിട്ട്, ന്യൂറോ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകളിലേക്ക് നമുക്ക് മാറാം. ദെൻ അതോടൊപ്പം HR, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെയും MBA HRൻ്റെയും ഒരു രസകരമായ കോമ്പിനേഷനായിട്ട് സൈക്കോളജി നമുക്ക് എടുക്കാം. ഈ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ സൈക്കോളജി ആ അർത്ഥത്തിൽ രസകരമായ ഒരു കരിയർ ഓപ്ഷനായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. സോഷ്യോളജിയിൽ നിന്ന് സൈക്കോളജിയിലേക്ക് മാറാം. അതോടൊപ്പം ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീമോ അല്ലെങ്കിൽ ട്രൈബൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകളിലുള്ള പ്രോജക്റ്റുകൾ, കോർഡിനേഷൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകളിലൊക്കെ വർക്ക് ചെയ്യാൻ സോഷ്യോളജിക്കാർക്ക് പറ്റും. അതുപോലെ തന്നെ ഈ ഫാമിലി കോർട്ട് കൗൺസിലറായിട്ട് സൈക്കോളജിക്കാർക്ക് വർക്ക് ചെയ്യുന്നത് പോലെ അതിൻ്റെ കോർഡിനേറ്ററായിട്ട് ദെൻ സോഷ്യോളജിക്കാർക്ക് വർക്ക് ചെയ്യാം.
ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഒരുപാട് പ്രോജക്റ്റുകൾ വരുന്നുണ്ട്. ആ പ്രോജക്റ്റുകളൊക്കെ നമുക്ക് കോർഡിനേറ്റ് ചെയ്യുകയും ലീഡ് ചെയ്യുകയും ചെയ്യുന്ന ടൈപ്പ് ഓഫ് കരിയേഴ്സിലേക്ക് സോഷ്യോളജിക്കാർക്ക് വരാം. ഇൻ്റർനാഷണൽ തലത്തിൽ തന്നെ ഒരുപാട് റിസർച്ച് ഫെലോഷിപ്പുകൾ സോഷ്യോളജിക്കാർക്ക് കിട്ടും. ദെൻ അതുപോലെ തന്നെ ഇക്കണോമിക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹ്യൂമാനിറ്റീസിൽ കുറച്ചുകൂടി സയൻസ് ഓറിയൻറ്റഡ് പ്രോഗ്രാം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണത്. പ്രത്യേകിച്ച് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ്, ഇക്കണോമെട്രിക്സ്, മാത്തമാറ്റിക്കൽ ഇക്കണോമിക്സ്, വെൽഫെയർ ഇക്കണോമിക്സ് പോലുള്ള ഇക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് രസകരമായ വൈവിധ്യങ്ങളിലേക്ക് നമുക്ക് ഇക്കണോമിക്സ് മാറാം. കുറച്ചുകൂടി രസകരമായ കോർപ്പറേറ്റ് ജോബുകൾ കിട്ടാൻ സാധ്യത ഉള്ളതും MBAയിലേക്ക് മാറാൻ പറ്റുന്നതും മാസ്റ്റർ ഓഫ് ഫിനാൻഷ്യൽ കൺട്രോൾ പോലുള്ള ഓപ്പണിങ്സിലേക്ക്, ബിസിനസ് ഇക്കണോമിക്സിലേക്ക്, ഇൻ്റർനാഷണൽ ബിസിനസ്, അത് മാനേജ്മെൻറ്റ് കോമൺ പ്രോഗ്രാമായിട്ട് കാണുന്നതുകൊണ്ട് അങ്ങനെ വേണമെങ്കിൽ ഈ ഇക്കണോമിക്സുകാർക്ക്, ഹ്യൂമാനിറ്റീസ് ഓറിയൻറ്റഡ് ഇക്കണോമിക്സുകാർക്ക് മാറാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇക്കണോമിക്സുമായിട്ട് കണക്റ്റഡ് ആയ പ്രോഗ്രാമുകൾ, ജനറലായിട്ട് വരുന്ന ബാച്ചലർ ഓഫ് ഡിസൈനിങ്, LLB പ്രോഗ്രാംസ്, ദെൻ അതുപോലെ തന്നെ ഡിസൈനിങ് കണക്റ്റഡ് ആയ, വിഷ്വൽ മീഡിയ ആയിട്ട് കണക്റ്റഡ് ആയ പ്രോഗ്രാമുകൾ, പബ്ലിക് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകൾ, ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട സ്പെസിഫിക് പ്രോഗ്രാമുകൾ, ഇതെല്ലാം നമുക്ക് ഈ ഹ്യൂമാനിറ്റീസ് ഓറിയൻറ്റേഷൻ മാറാം. ഈ എഞ്ചിനീയറിങ്ങും സയൻസും അല്ല, പാരാമെഡിക്കലും മെഡിക്കലും അലൈഡ് സയൻസും അല്ല എങ്കിൽ പിന്നെ ഏതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്ന് ചിന്തിക്കുന്നിടത്ത് ഡിഗ്രികൾ വേണമെങ്കിൽ എടുക്കാം. ഡിഗ്രി പറയുമ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും സുവോളജിയും ബോട്ടണിയും മൈക്രോബയോളജിയും ബയോകെമിസ്ട്രിയും ബയോടെക്നോളജിയും ദെൻ ബയോഫിസിക്സ് ഒക്കെ പോലുള്ള ഡിഗ്രികൾ സയൻസുകാർക്ക് എടുക്കാം. പക്ഷേ അത് എടുക്കുമ്പോൾ വളരെ കൃത്യമായ ധാരണകൾ ഉണ്ടാക്കിയിട്ട് വേണം എടുക്കാൻ. എന്ന് വെച്ചാൽ നമ്മൾ ഈ കരിയറുകളുടെ കൂട്ടത്തിൽ ഒരു ഡെവലപ്പിംഗ് കരിയർ എന്നുള്ളത് നമുക്ക് ഈ സയൻസ് കോഴ്സുകളിലും പറയാം. ഡെവലപ്പിംഗ് എന്നതിനപ്പുറത്തേക്ക് പ്യുവർ സയൻസ് പ്രോഗ്രാം എന്നറിയപ്പെടുന്നതാണ് ഫിസിക്സും കെമിസ്ട്രിയും സുവോളജിയും ബോട്ടണിയും മൈക്രോബയോളജിയും മൈക്രോബയോളജിയൊക്കെ ഇപ്പോൾ ഉള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് കൂടുതലാണ്. നമ്പർ ഓഫ് ഓപ്ഷൻസ് റിലേറ്റീവ്ലി മറ്റ് കോഴ്സുകളേക്കാൾ കൂടുതലാണ്. നമ്മൾ ഡിഗ്രികൾ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ രണ്ടാം ഗ്രൂപ്പായിട്ട് പറയാം അപ്ലൈഡ് സയൻസ് ആണ്. അതിൽ പെട്ടെന്നാണ് ബയോടെക്നോളജി, മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, ബയോഫിസിക്സ് പോലുള്ള കോഴ്സുകൾ. ഈ കോഴ്സുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്യുവർ സയൻസിൻ്റെ നമ്പർ ഓഫ് ഹയർ ഓപ്ഷൻസ് കൂടുതലാണ്. ദെൻ അതേസമയത്ത് അപ്ലൈഡ് സയൻസ് പ്രോഗ്രാമുകളാണ് പുറത്തേക്കൊക്കെ റിസർച്ചിനൊക്കെ പോകാൻ കൂടുതൽ ഉപകരിക്കുന്നത്, വിദേശ ചാൻസുകൾ കൂടുതൽ വരുന്നത്, റിസർച്ച് ഓറിയൻറ്റഡ് കരിയറുകളിൽ ഒരു അക്കാഡമിക് പെർസ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട ഏരിയയിൽ പ്യുവർ സയൻസ് പോകുന്നത് പോലെ ഒരു അപ്ലൈഡ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡസ്ട്രി ലിങ്ക്ഡ് ആയ ഓപ്പണിങ്സിന് അപ്ലൈഡ് സയൻസ് കോഴ്സുകളാണ് കൂടുതൽ ഉപകാരപ്പെടുക എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം. ഈ സെമി പ്രൊഫഷണലായിട്ട് ഒരുപാട് കോഴ്സുകൾ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം. ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ്, ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി, ദെൻ കമ്പ്യൂട്ടർ സയൻസിലേക്ക് വരുമ്പോൾ BCA, BSc കമ്പ്യൂട്ടർ സയൻസ്, ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകൾ നമുക്ക് കാണാം. ഇതെല്ലാം കൂടി കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആവും. കൊമേഴ്സിലേക്ക് വരുമ്പോൾ പെർട്ടിക്കുലറായിട്ട് സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയാം അക്കൗണ്ടൻസി കണക്റ്റഡും ഫിനാൻസ് കണക്റ്റഡും, ദെൻ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട, ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടത്, ദെൻ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്, സെക്യൂരിറ്റീസ് മാർക്കറ്റും ട്രേഡിങ്ങും ഷെയർ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത്, ഫിൻടെക്കിലെ പ്രോഗ്രാമുകൾ, ദെൻ അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഫിനാൻസ് എക്സ്ക്ലൂസീവായിട്ട് വരുന്ന ഏരിയകൾ, ദെൻ അതുപോലെ തന്നെ നമുക്ക് ഫിനാൻസ് ആൻഡ് പ്രാക്ടീസുമായിട്ട്, ഫിനാൻസ് പ്രാക്ടീസിൽ പ്രത്യേകിച്ച് CA, CMA, CCA പോലുള്ള പ്രോഗ്രാമുകൾ, ഇതൊക്കെ എടുക്കുമ്പോൾ സൂക്ഷ്മമായ ഒരു വിശകലനം നടത്തിയിട്ട് വേണം എടുക്കാൻ. മാനേജ്മെൻറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടത് പറയുമ്പോൾ കൊമേഴ്സിൻ്റെ കോർ എന്ന് പറയുന്നത് എന്താ? അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസും, മറ്റൊന്ന് മാനേജ്മെൻറ്റ്, ബിസിനസ് സ്റ്റഡീസുമാണ്. ബിസിനസ് സ്റ്റഡീസിലേക്ക് വരുമ്പോൾ ഏതാണ്ട് 76-ലധികം സ്പെഷ്യലൈസേഷനിലേക്ക് മാറാം. ബിസിനസ് സ്റ്റഡീസിൻ്റെ പ്രത്യേകത അത് സയൻസുമായിട്ട് കണക്റ്റഡ് ആയ മേഖലകളിലും ഹ്യൂമാനിറ്റീസുമായിട്ട് കണക്റ്റഡ് ആയ മേഖലകളിലും കൊമേഴ്സായിട്ട് കണക്റ്റഡ് ആയ മേഖലകളിലുള്ള സ്പെഷ്യലൈസ്ഡ് ഏരിയകൾ ഉണ്ട് എന്നതുകൊണ്ട് അതൊരു വലിയ ഏരിയ ആയിട്ട് എല്ലാ വിഭാഗം സ്ട്രീമുകളെയും കവർ ചെയ്യുന്ന ഒരു ഏരിയ എന്നതിലേക്ക് ബിസിനസ് സ്റ്റഡീസിന് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. നമ്മൾ സാധാരണ ഫിനാൻസും അതുപോലെ തന്നെ HR-ഉം സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങും ഓപ്പറേഷൻസും പറയുന്നത് പോലെ അത് കോർ ബ്രാഞ്ചുകളാണെങ്കിൽ, അതേസമയത്ത് ഇൻ്റർനാഷണൽ ബിസിനസ് അത് തന്നെ വീണ്ടും വെയർഹൗസിങ്, പർച്ചേസിങ്, ദെൻ പ്രൊക്യൂർമെൻ്റ് ഒക്കെ പോലുള്ള വിശാലമായ ഏരിയകളുണ്ട്. ദെൻ സ്റ്റോർ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതുണ്ട്. ട്രാവൽ ആൻഡ് ടൂറിസത്തിലേക്ക് വരുമ്പോൾ, ഹോസ്പിറ്റാലിറ്റിയിലേക്ക് വരുമ്പോൾ ഏവിയേഷൻ മാനേജ്മെൻറ്റ് വരുന്നുണ്ട്, എയർപോർട്ട് മാനേജ്മെൻറ്റ് വരുന്നുണ്ട്. അതിൽ തന്നെ വീണ്ടും നമുക്ക് ഹോസ്പിറ്റാലിറ്റിയായിട്ട് ബന്ധപ്പെട്ട ഹോട്ടൽ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഏരിയയിലെ മാനേജ്മെൻറ്റ് പ്രോഗ്രാംസ് വരുന്നുണ്ട്. ദെൻ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് മൊത്തത്തിൽ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷേ ഇത് എടുക്കുമ്പോൾ ഏതെടുക്കണം എന്ന ഒരു സൂക്ഷ്മ തലത്തിലുള്ള കൺഫ്യൂഷൻ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പറ്റുമെങ്കിൽ നിങ്ങളൊരു സ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുക. ഏറ്റവും നല്ല കോഴ്സ് ഈ കൂട്ടത്തിൽ ഏതായിരിക്കും എനിക്ക് എന്ന് യോജിക്കുന്നത് എന്ന് ചിന്തിക്കുന്നിടത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു സ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യണം. വളരെ സയൻറ്റിഫിക്കായ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ ചെയ്യുക. കരിയർ ഗുരുവിനെ നിങ്ങൾക്ക് അതിന് സമീപിക്കാം. ഞാനുമായിട്ടിരുന്ന് ഒരു 20 മിനിറ്റ് സംസാരിച്ച്, 30 മിനിറ്റ് 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെയൊക്കെ ഇരുന്ന് സംസാരിച്ച് നിങ്ങളുടെ സ്കിൽ ടെസ്റ്റ് വെച്ചുകൊണ്ട്, പിയേഴ്സിൻ്റെ ടെസ്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആപ്റ്റിറ്റ്യൂഡും ഇൻട്രസ്റ്റും പേഴ്സണാലിറ്റിയും ചേരുന്ന ഒരു ഹോൾ
ഹോളിസ്റ്റിക് കോൺസെപ്റ്റാണ് നമ്മളുടേത്. അപ്പോൾ ആ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10-25-30 മിനിറ്റ് ഇരുന്ന് സംസാരിച്ച് നിങ്ങൾക്ക് പറ്റിയ ചോയ്സ് ഏതാണെന്ന് കണ്ടെത്താൻ പറ്റും. അതോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു പരിപാടി എന്താ, നിങ്ങളൊരു ലാസ്റ്റ് ഒരു 2-3 ഇയേഴ്സായിട്ട് ഇൻട്രസ്റ്റ് കാണിച്ച ഹോബികൾ, ആക്ടിവിറ്റീസ്, ഏരിയ ഓഫ് ഇൻട്രസ്റ്റുകൾ അതൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ മനസ്സിൽ വരുന്ന അതുമായിട്ട് കണക്റ്റഡ് ആയതോ അല്ലാത്തതോ ആയ കരിയറുകൾ, കോഴ്സുകൾ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഇത് തമ്മിലൊരു മാച്ച് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സിറ്റിങ്ങും കൂടി ആയിട്ട് കഴിയുമ്പോൾ വളരെ കൃത്യമായൊരു കരിയർ ചോയ്സിലേക്ക് നമ്മളെത്തും. അതോടൊപ്പം നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സുകളുടെ ഒരു കണ്ടൻറ്റ്, അതിൻ്റെ ഒരു അത് പഠിച്ച് കഴിഞ്ഞാൽ വരുന്ന ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ഇത്തരം കാര്യങ്ങൾ ഒരു ധാരണ ഉണ്ടാക്കി തീരുമാനം എടുത്തു കഴിഞ്ഞാൽ വരും കാല മാറ്റങ്ങൾക്കനുസരിച്ച് കൃത്യമായ ഒരു കരിയർ ചോയ്സിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അങ്ങനെ ആവട്ടെ എന്ന് ആശംസിക്കുന്ന ഏവർക്കും അഭിനന്ദനങ്ങൾ, അഭിവാദ്യങ്ങൾ, ആശംസകൾ. ഈ വിജയം തുടർക്കഥയാവട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ ബൈ. Career Guru, molding your future.